പള്ളുരുത്തി സെന്റ് റീത്തസ് സ്കൂളിലെ വിദ്യാർത്ഥി ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ പ്രിൻസിപ്പാൾ ആ കുട്ടിയെ പുറത്താക്കി. പ്രിൻസിപ്പാളിന്റെ കാരണം പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ? മറ്റു കുട്ടികൾക്ക് ഒരു ഷോള് അണിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ഭയപ്പാടാണ്. പക്കായിട്ട് പറയുകയാണെങ്കിൽ വർഗീയ വിഷം തുപ്പി സിസ്റ്ററെ. എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ ആ സിസ്റ്റർ പറയുന്ന വാക്കുകൾ എന്നറിയും. ആ കുട്ടിക്ക് സ്കൂളിലേക്ക് വരാം. സ്കൂളിലെ നിയമങ്ങൾ അനുസരിച്ച് എൻ്റെ സിസ്റ്റർ ഇട്ടുള്ളതും തട്ട തന്നെയല്ലേ? ആ തട്ടവും ഈ തട്ടവും കൂടുതൽ എന്താണ് വ്യത്യാസം സിസ്റ്ററെ? യേശുക്രിസ്തു പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, ഞാൻ സിസ്റ്റർക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് പോരെ മറ്റുള്ളവരെ കണ്ണിലെ കരടെടുക്കാൻ. സിസ്റ്ററെ, യേശുക്രിസ്തു പറഞ്ഞ വാക്കാണത്. എന്താ അത്ഭുതമല്ലേ നമ്മുടെ നാട്ടില് മതേതരത്വം വർഗീയതയും. ഒരു കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ചാൽ അത് മതേതരത്വം. ഒരു മുസ്ലിം പെൺകുട്ടി ശിരോവസ്ത്രം ധരിച്ചാൽ വർഗീയത. പച്ചക്ക് പറയാനുള്ള മനസ്സുണ്ടല്ലോ സിസ്റ്ററെ. സ്കൂളിലെ നിയമം അനുസരിച്ചിട്ട് മാത്രമേ കുട്ടിയെ ഇനി അവിടെ കയറ്റാവൂ എന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ ആ കുട്ടി പഠിക്കുന്നില്ല സിസ്റ്ററെ. പച്ചക്ക് പറയുകയാണെങ്കിൽ സിസ്റ്ററെ, അതൊന്നല്ല കാരണം. വർഗീയത ഉള്ളിൽ വന്നു, അത് വരും. സന്തോഷം സിസ്റ്റർ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. പച്ചക്ക് വർഗീയ വിഷം തുപ്പിട്ടി സിസ്റ്ററെ.